കോഴിക്കോട് വട്ടോളയിൽ മരിച്ച ബാസ്കറ്റ്ബോൾ താരത്തിന്റെ കുടുംബം ജപ്തി ഭീഷണിയിലാണ്. ബീഹാറിൽ റെയിൽവേയിൽ ജോലി ചെയ്യുന്നതിനിടെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച ലിത്താരയുടെ കുടുംബമാണ് ജപ്തി ഭീഷണി നേരിടുന്നത്. ലിത്താര മരിച്ചതോടെ വായ്പാ തിരിച്ചടവ് മുടങ്ങിയതാണ് കുടുംബത്തെ പ്രതിസന്ധിയിലാക്കിയത്. ഏത് നിമിഷവും വീട് വിട്ടിറങ്ങേണ്ട സാഹചര്യത്തിലാണ് ഈ കുടുംബം. 2022 ഏപ്രിൽ 26-നാണ് ബീഹാറിലെ ദാനാപൂർ റെയിൽവേയിൽ ജോലി ചെയ്യുന്ന ലിത്താര ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചത്. ബാസ്കറ്റ്ബോൾ താരമായിരുന്ന ലിത്താര 19-ാം വയസ്സിൽ റെയിൽവേയിൽ ജോലിയിൽ പ്രവേശിച്ചിരുന്നു. പിന്നീട് 2021-ൽ കനറ ബാങ്കിന്റെ വട്ടോളി ശാഖയിൽ നിന്ന് വീട് നിർമ്മാണത്തിന് 16 ലക്ഷം രൂപ വായ്പയെടുത്തു. വസ്തുജാമ്യവും ലിത്താരയുടെ സാലറി സർട്ടിഫിക്കറ്റുമാണ് അന്ന് ബാങ്കിന് ഈടായി നൽകിയത്. ലിത്താരയുടെ സാലറിയിൽ നിന്ന് നിശ്ചിത തുക ബാങ്ക് വായ്പ ഇനമായി പിടിച്ചിരുന്നു. എന്നാൽ ലിത്താരയുടെ മരണശേഷം വായ്പ അടവ് മുടങ്ങി. ഹൗസിംഗ് ലോണിനോള് ഓലെ സാലറി സർട്ടിഫിക്കറ്റ് വെച്ചിട്ടും ഞാൻ ആധാരം ഓള് കൊണ്ടുപോയിട്ടും വെച്ചതാണ്. ഓളെ സാലറിയിൽ നിന്നാണ് ഈ ലോണ് അടച്ചു കൊണ്ടുപോയത്. ഓള് നഷ്ടപ്പെട്ട ശേഷം ഞങ്ങൾക്ക് ഒരു ഉറുപ്പ്യ അടക്കുവാനായിട്ടില്ല. ഇനിയിട്ട് അടക്കുവാനും ഞങ്ങൾക്കാവില്ല. എന്തെന്നാ ഇനി ഞാൻ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞും കൊടുക്കും. ഇനി ഞങ്ങൾക്കൊരു ജീവിതം വേണം. മരണത്തിലൊക്കെ അല്ലാണ്ട് വേറെ ഒന്നിനും പോവാൻ ഇനി ആവില്ല. ക്യാൻസർ രോഗിയായ ലിത്താരയുടെ അമ്മ ലളിതയ്ക്കും കൂലിപ്പണിക്കാരനായ പിതാവിനും ഏക ആശ്രയമായിരുന്നു മകൾ. മകളുടെ മരണശേഷം കുടുംബം സാമ്പത്തികമായി പ്രതിസന്ധിയിലായി. പിന്നാലെ ജപ്തി നോട്ടീസും എത്തി. 23 ലക്ഷം രൂപ അടച്ചു തീർക്കണം, അല്ലെങ്കിൽ വീടൊഴിയാനുമാണ് നിർദ്ദേശം. ലിത്താരയുടെ മരണത്തിൽ കുടുംബം അന്നും ഇന്നും ദുരൂഹതയാണ് ആരോപിക്കുന്നത്. മരിച്ചു 3 ദിവസം കഴിഞ്ഞാണ് മരണവിവരം കുടുംബത്തെ അറിയിച്ചത്. മരണത്തിന്റെ ഉത്തരവാദി കോച്ചായിരുന്ന രവി സിംഗ് ആണെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. എന്നാൽ ശരിയായ അന്വേഷണം ഇതു സംബന്ധിച്ച് നടത്തിയില്ലെന്നും മരണവിവരം രജിസ്റ്റർ ചെയ്യാൻ റെയിൽവേ അധികൃതർ 10 മാസം എടുത്തെന്നും കുടുംബം ആരോപിക്കുന്നു. ഒരു ദിവസം ഞാൻ വിളിച്ചു നോക്കുമ്പോൾ അവൾ ഫോൺ എടുക്കുന്നില്ല. എൻ്റെ മകൾക്ക് എന്നാ സംഭവിച്ചെന്ന് ഇന്ന് വരെ ഞാൻ അറിയില്ല. പോസ്റ്റ്മോർട്ടം ചെയ്തതിനൊന്നും അറിയില്ല. അവളുടെ ഉപയോഗിച്ച ഒരു സാധനവും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇന്ന് വരെ കേസ് എന്തായിന്ന് അങ്ങോട്ട് വിളിച്ചു നോക്കുമ്പോൾ ഒരു ഫോണ് പോലും എടുക്കുന്നില്ല. റെയിൽവേയിൽ നിന്നും മരണശേഷം ലഭിക്കേണ്ട ഒരു ആനുകൂല്യവും ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നും കുടുംബത്തിന് പരാതിയുണ്ട്. ന്യൂസ് മലയാളം, കോഴിക്കോട്.